ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ആശംസകൾ. അപ്പോൾ ഇന്നും ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി. കുഞ്ഞൂസിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങാണ് കേട്ടോ ഞങ്ങൾ. അപ്പം ഞാൻ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം നമ്മുടെ പിള്ളേർക്ക് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളത് കാണാനും കേൾക്കാനും അനുഭവിക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കില്ല. അപ്പോൾ കുഞ്ഞുവിനെ അംഗനവാടി ചേർത്തിട്ട് ആദ്യമായിട്ട് അംഗനവാടിയിൽ വരുന്നൊരു സെലിബ്രേഷനാണ്. അപ്പോൾ ഇനി പോകെ ഇഷ്ടം പോലെ വരും. അപ്പോൾ ആദ്യത്തെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്തത്. അപ്പോൾ വെള്ളയിട്ടിട്ട് വരണമെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളയിട്ടു. പക്ഷേ കുഞ്ഞൂസ് ഇന്ന് ഭയങ്കര ഉത്സാഹത്തിലാണ് കേട്ടോ. അതേ ഉണ്ടോ, രാവിലെ എഴുന്നേറ്റപ്പോൾ ആൾക്ക് അറിയില്ലായിരുന്നല്ലോ സെലിബ്രേഷനാണ്, ഇന്ന് ക്ലാസ്സൊന്നും ഉണ്ടാവില്ല, തിരിച്ച് വരാമെന്നൊന്നും അറിയില്ല. അപ്പോൾ അംഗനവാടി പോകാനുള്ള ഓർമ്മയുള്ളതുകൊണ്ട് രാവിലെ യാത്ര പറഞ്ഞപ്പോൾ ചുണുങ്ങിയ യാത്രയായി. ഭയങ്കര വിഷമത്തിലായിരുന്നു. അപ്പം അവനോട് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു എടാ തിരിച്ച് വരാമെന്ന്. പക്ഷേ ആൾക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ചു അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൾ അലമ്പാക്കുന്നതാണ്. പക്ഷെ അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ ടീച്ചർ ഒരു കൊടിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി. അന്നൂസിനും ടീച്ചർ ഒരു കൊടി കൊടുത്തിട്ടോ. അപ്പോൾ കൊടിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ വലിയ സംഭവം കിട്ടിയ പോലെയായിരുന്നു കേട്ടോ കുഞ്ഞൂസ് കൂടെ തന്നെ അവർ പറയുന്ന പോലെ ഫ്രണ്ടിൽ തന്നെയൊക്കെ വന്ന് നിന്ന് അവർ പറയുന്ന പോലെയൊക്കെ നിൽക്കുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നില്ല. ഭയങ്കര എക്സ്ട്രാ ഡീസൻ്റ് ആയിരുന്നു കൊച്ചിന്നല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം അവൻ്റെ അടുത്ത് പോയി നിൽക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ കയ്യിൽ കുഞ്ഞിപ്പെണ്ണുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഗേറ്റിന് പുറത്ത് നിൽക്കാമായിരുന്നു. കാരണം അധികം സ്ഥലമൊന്നും ഉണ്ടായില്ല. അവിടെ കൂടുതലും പെണ്ണുങ്ങളായിരുന്നു, ആണുങ്ങളധികം ഉണ്ടായില്ല. അപ്പോൾ ആണുങ്ങളായിട്ട് വന്നവരൊക്കെ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത്. ചെറുതായിട്ട് ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് അന്നൂസിനെ ഞാൻ കൈ പിടിച്ചേക്കായിരുന്നു. അപ്പം ഞാനിതിൻ്റെ ഇടയിലേക്ക് അവളെയും കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നീങ്ങി അതിൻ്റെ ഉള്ളിൽ നിൽക്കായിരുന്നു. അപ്പോൾ കുഞ്ഞൂസ് നൂലോളിക്കുമെന്ന് പറയുന്നു എനിക്ക് സംശയം. കാരണം ഞാനവിടെ അടുത്തേക്ക് വരാത്തതുകൊണ്ട്. ബാക്കി അമ്മമാരൊക്കെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. ചേട്ടൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് കുഞ്ഞു കൊടി പിടിച്ച് ഇങ്ങനെ ജയ് വിളിക്കുന്ന പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വാർഡ് മെമ്പർ വന്നിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങളുടെ 8:30 എത്താനാണ് പറഞ്ഞത്. വാർഡ് മെമ്പർ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. ഫ്ലാഗ് ഓഫ് ചെയ്തു. പിള്ളേർക്ക് മിഠായിയൊക്കെ കൊടുത്തു. കുട്ടികളെല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൽ കുറേ കുട്ടികൾ കരയുന്നുണ്ടായിരുന്നു. കാരണം അമ്മമാർ കൂടെ നിൽക്കുന്നത് കൊണ്ട് ഒരു കരച്ചിൽ. കുറച്ച് നേരമൊക്കെ നിൽക്കാൻ മടി കാണിച്ചു. പക്ഷെ കുഞ്ഞൂസ് ആണ് നേരെ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചത്. ഞാൻ അറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞൂസ് അത് കഴിഞ്ഞ് ഫ്ലാഗ് ഓഫൊക്കെ കഴിഞ്ഞാൽ പിള്ളേരെ അകത്തേക്ക് കയറ്റി അവർക്ക് ഉള്ള പാല് കുടിക്കണം പറഞ്ഞു. പാല് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. ചെറിയൊരു മീറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പിക്ക് പാൽ കൊടുത്തിട്ട് കുഞ്ഞാപ്പി കുടിക്കുന്നുണ്ടായില്ല. രാവിലെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടും ആൾ കുടിക്കുന്നുണ്ടായില്ല. എന്ത് പറ്റിയെന്നാവോ, ഇന്ന് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു തോന്നണം. അപ്പം മിഠായി വായി കിടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം പാലൊട്ടും കുടിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഇറങ്ങാന്ന് വിചാരിച്ച് ടീച്ചർ ഒന്നുകൂടി നിർബന്ധിച്ചത്. ടീച്ചർ എടുത്ത് പൊക്കത്ത് വെച്ചേക്കാണ്. എന്നിട്ട് ആൾ കുടിക്കുന്ന ലക്ഷണമൊന്നുമില്ല. തലയാട്ടുന്നുണ്ടോ വേണ്ടാതാവുമ്പോൾ ഇങ്ങനെ പല കോപ്രായം കാണിക്കും. അവസാനം ഞാൻ കൊടുത്തു എന്നിട്ടും കുടിച്ചില്ല. എൻ്റെ അവസാനം കുഞ്ഞിപ്പെണ്ണാണ് കുറച്ച് കുടിച്ചത് അതിനകത്തുനിന്ന്. അവൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ മുറിയിലേക്ക് പോകുന്നതാണ്. മുറിയിലേക്ക് അന്നൂസ് സ്റ്റെപ്പൊക്കെ തന്നെ കയറി പഠിച്ച കാരണം ഇപ്പോൾ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചാൽ അവൾ പിന്നെ എൻ്റെ ഒക്കത്തുനിന്ന് താഴേക്ക് ഊർന്ന് ഇറങ്ങും. പിന്നെ പയ്യെ കയറും. ഇങ്ങനെ അവൾ കയറുന്നത് വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം, തൊടാൻ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും 79ാം സ്വാതന്ത്ര്യദിന വാർഷികത്തിൻ്റെ ആശംസകൾ വീണ്ടും നേരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, ടാറ്റാ.